സമ്പൂർണമായി ഞാൻ അർപ്പിക്കുന്നു. അന്നാ വിധവ ദേവാലയത്തിൽ തനിക്കുള്ളതെല്ലാം അർപ്പിച്ചപ്പോൾ ഇന്നീ ബലിയിൽ ഈ അൾത്താരയിൽ എനിക്കുള്ളതെല്ലാം ഞാൻ അർപ്പിക്കുന്നു. വിധവ ദേവാലയത്തിൽ തനിക്കുള്ളതെല്ലാം അർപ്പിച്ചപ്പോൾ ഇന്നീ ബലിയിൽ ഈ അൾത്താരയിൽ എനിക്കുള്ളതെല്ലാം ഞാൻ അർപ്പിക്കുന്നു. മനസ്സില്ല മനസ്സോടെയല്ല, സമ്പൂർണമായി ഞാൻ അർപ്പിക്കുന്നു. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണി
ഭോജ്യമാ ഒരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. മനസ്സൊരു സക്കാരിയ ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ ഇടവകയ്ക്ക് ലഭിക്കുവാൻ വേണ്ടി, ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുവാൻ വേണ്ടി നമ്മൾ ആചരിക്കുന്ന ഒന്നാണ് തിരുനാൾ എന്ന് പറയുക. ഈ തിരുനാളിന് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഓരോ ഭവനത്തിലും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുന്നവരാകാം, പ്രാർത്ഥിക്കുന്നവരാകാം. ദൈവത്തിൻ്റെ വലിയ സന്തോഷത്തിനും ദൈവത്തോടു കൂടെ നിന്ന് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി അർപ്പിക്കുവാൻ എന്നെ അർഹയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് പങ്കെടുക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ, ആമേൻ ആമേൻ എന്നേക്കും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം, പരിശുദ്ധൻ നീ
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടുകൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും അനവദ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 49 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എൻ്റെ കർത്താവ് വിളിപ്പിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്നവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകൾ പകലുകളോടവിരതമവിടുത്തെ പുകളുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യെശയ്യാ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രായേൽ ഇത് ഗ്രഹിച്ചില്ലയോ? മുമ്പേ തന്നെ മോശ ഇങ്ങനെ പറയുന്നു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും. ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. യെശയ്യായും ധൈര്യപൂർവ്വം പറയുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി. എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രായേലിനെ പറ്റിയാകട്ടെ, അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലിന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാവറിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെയും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവർ കപർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടു കൂടെയുള്ള പുതിയ പ്രബോധനമോ?
അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയിലെ സമീപ പ്രദേശങ്ങളിൽ എല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായെ സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുമക്കളെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, എല്ലാവർക്കും തിരുനാളിൻ്റെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടിരിക്കുന്ന ദിവസങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഇടയിൽ നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, ദൈവവചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ വിശുദ്ധ കുർബാന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭക്ഷണമായിട്ട് മാറ്റുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ, ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, അവിടെ നമ്മൾ വായിച്ചു കേട്ടത്, എന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം തിരിച്ചറിയുകയും അവൻ്റെ ആവനാഴിയിലെ അമ്പായി എന്നെ മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നമ്മെക്കൊണ്ട് ഒരു പ്രയോജനമുണ്ടെന്ന്, ദൈവത്തെ നമ്മെക്കൊണ്ട് എന്തോ ചെയ്യാനുണ്ടെന്ന്, നമ്മെ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രബോധിപ്പിക്കുന്ന ഒരു സുവിശേഷ വാക്യമാണ് നമ്മൾ കേട്ടത്. രണ്ടാമത്തേൽ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ നമ്മളോട് പറയും, മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവൻ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എന്താണ് എന്ന് ആദ്യത്തെ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പഴയ നിയമ വായനയിൽ അവനോട് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ നിന്നെ ഒരു പ്രത്യേക ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് വിശ്വാസത്തോടുകൂടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുക. അങ്ങനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവൻ നീതീകരിക്കപ്പെടുന്നു. ഇതാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് പറയുക. നമ്മളൊക്കെ സാധാരണ വിമർശിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ കുറ്റം പറയുന്ന മനുഷ്യരാണ്. അങ്ങനെ കുറ്റം പറയാതെ മാറ്റി നിർത്തപ്പെടുന്ന, കുറ്റം പറയാതെ രക്ഷപ്പെടുന്നവരാണ് നീതി ലഭിക്കുന്നവർ എന്നാണ് പറയുക. അവൻ നല്ലവനാണ്, അല്ലെങ്കിൽ അവൾ നല്ലവളാണ് എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയാൻ കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് വിശ്വാസത്തോടുകൂടെ മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ നീതീകരണം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ജീവിതത്തിൽ അപ്പനോ അമ്മയോ നമ്മളോട് പറയുന്ന ഒരു കൊച്ചു കാര്യം, അല്ലെങ്കിൽ നമ്മെക്കുറിച്ചുള്ള നല്ലോണം പഠിക്കുക, എല്ലാ കാര്യങ്ങളിലും നല്ലത് എന്നതാണ് അവർ ചിന്തിക്കുക നമ്മെക്കുറിച്ച്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എൻ്റെ അപ്പൻ ചിന്തിക്കുന്നതിനെ മനസ്സിലാക്കിയിട്ട്, അത് ഹൃദയത്തിൽ മനസ്സിലാക്കിയിട്ട്, ഇതാണ് എൻ്റെ അപ്പൻ്റെ എന്നെക്കുറിച്ചുള്ള വീക്ഷണം എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അവനെക്കുറിച്ച് അപ്പൻ പറയും, നല്ല മകനാണ്, അല്ലെങ്കിൽ നല്ല മകളാണ്, അവനാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നവൻ എന്നാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ പറയുക. സ്നേഹമുള്ളവരെ, ഈ ഒരു നീതീകരണം ലഭിച്ചു എന്ന് തെളിവോടുകൂടെ പറയുന്ന വചനമാണ് സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. അവൻ അവരുടെ സിനോഗിൽ വന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. എപ്പോഴും വിമർശിച്ചിരുന്ന അവര് മാറ്റിപ്പറഞ്ഞു, സാധാരണ അവരുടെ നിയമജ്ഞരെ പോലെയല്ല അവൻ പഠിപ്പിച്ചത്, അവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. ഇന്ന് പ്രബോധനം നൽകുന്നവർ ഇഷ്ടം പോലെയാണ്. എവിടെ ചെന്നാലും ഈ പ്രബോധനത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രചോദനമാകുന്നവർ വളരെ ചുരുക്കമാണ്. ഈ പ്രചോദനമാകുവാൻ വേണ്ടിയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരാൽ
നീതീകരിക്കപ്പെട്ടവരായിട്ട് മാറുക എന്നുള്ളത്. അതായത് ഒരു കുഞ്ഞ് അവൻ്റെ അപ്പനോ അമ്മയെക്കുറിച്ച് അവൻ്റെ കാര്യങ്ങളിൽ, അവൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് അതേപടി ചെയ്യുമ്പോൾ നമ്മൾ പറയും, എൻ്റെ മക്കൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, എൻ്റെ മക്കൾക്ക് നല്ലതും ചീത്തയും ഏതാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നന്നായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലികൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് അപ്പൻ്റെ സ്വഭാവം മാറ്റും, അമ്മയുടെ ശീലങ്ങൾ മാറ്റും. അമ്മയുടെ വർത്തമാനത്തിലൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല. സ്നേഹം, വിശുദ്ധി, അനുരഞ്ജനം എന്നൊക്കെ പറയുന്ന ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പൊരുത്തപ്പെടലുകൾക്ക് വേണ്ടിയിട്ട് അവൻ സജ്ജമാകും. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ മുതൽ ഉണ്ടായിരുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നത്. ഈ പ്രബോധനം നൽകി, നീ മോനെ എടാ, നീ സ്കൂളിൽ പോയിട്ട് അവിടെ ഇവിടെയും പോയൊന്നും തങ്ങി നിൽക്കരുത് കേട്ടോ, നീ സമയത്ത് വീട്ടിൽ വരണം എന്ന് അപ്പൻ പ്രബോധിപ്പിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം അപ്പൻ 10 മണിയായിട്ടും വന്നില്ലോടാ അപ്പ, അല്ല അമ്മ പറയാണ്, അപ്പം വന്നില്ലോടാ മോനെ, 10 മണി. മക്കൾ ഉറങ്ങിയിട്ടും അപ്പം വരാതിരി 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം മക്കളോട് പറയാണ്, മോനെ നീ ഇനി മുതൽ അങ്ങനെ പോകാൻ പാടില്ല, നീ കൃത്യസമയത്ത് വരണം. ചില മുണ്ടും മുഴുപ്പൊക്കെ ഉള്ളവനാണെങ്കിൽ പറയും, പിന്നെ അപ്പൻ എന്നാ ചെയ്യണേ, പിന്നെ അപ്പൻ എന്നെ കാണിക്കണേ അല്ലേ. ഇപ്പോൾ പ്രബോധനം എന്ന് പറയുന്നത് മാത്രം കൊണ്ട് ഈ ലോകത്തിൽ കാര്യമില്ല, പ്രചോദനമാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കും പൗരോഹിത്യ സന്യാസ ജീവിതത്തിലും ക്രിസ്തീയ സഭയിലും ഇന്ന് കൃത്യമായിട്ട് അളന്നു തൂക്കി മനസ്സിലാക്കാവുന്ന വ്യക്തമായ ചിത്രമാണ്. ജീവിതത്തിൽ ഈ സാക്ഷ്യം നൽകുന്ന, ഈ പ്രചോദനം നൽകുന്നതില്ലെങ്കിൽ, ക്രിസ്തു ഒരിക്കലും ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, ഞാൻ ആരെന്നാ നീ പറയണേ എന്ന് പറയാമോ? ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? എന്നോട്, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സഭ ഈ ഇടവകയിൽ മറ്റുള്ളവരോട് ചോദിക്കണം, ഈ ഇടവക എങ്ങനെയുണ്ട്, ഇടവകക്കാർ, ഈ ഇടവകയിലെ ആൾക്കാരെങ്ങനെയുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മക്കളോട് നമ്മൾ ചോദിക്കണം, എടാ എങ്ങനെയുണ്ടടാ, അപ്പൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയാ ബോധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നീ എന്താ പറയണേ എന്ന് ചോദിക്കുമ്പം മക്കൾ പറയുന്നതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരപ്പനും അമ്മയുമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആഘോഷപൂർണമായ വിശ്വാസ പരിശീലനം കളരി എന്ന് പറയുക. അതുകൊണ്ട് എൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്. ജീവിതത്തിൽ ഈ സുവിശേഷമാണ് ഈശോ മിശിഹ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ എഴുന്നേറ്റ് നിന്നു, ചാടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഡടാ നീ ഇത്രയും നേരത്തെ മുമ്പ് വരേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ നീ ഇടപെടുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മെ കാണുമ്പോൾ നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ അഴിഞ്ഞില്ലാതാകുന്ന ഒരു സംഭവ വികാസം ഉണ്ടെങ്കിൽ നമ്മൾ അശുദ്ധിയുടെ മുൻപിൽ വിശുദ്ധരായി നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറും. നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നവരായിട്ട് മാറും. അതുകൊണ്ടാണ് ഈശോ മിശിഹ പറഞ്ഞത്, നിശബ്ദനാവുക, നീ പുറത്തു വരിക. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്ന വചനം അതാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു സന്നദ്ധത അത് നമ്മൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ സഭയിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഇടവകയിൽ, ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ആരാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്, ഒരു തുറവി
അതുണ്ടെങ്കിൽ ക്രൈസ്തവ സഭ, ക്രൈസ്തവ കുടുംബം, ക്രൈസ്തവൻ രക്ഷപ്പെടും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും നമ്മൾ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി പറമ്പിൽ പണിയെടുത്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയില്ലാതിരുന്ന, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു ആവശ്യകത ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്കില്ല. സാമ്പത്തികമായിട്ടും മറ്റുള്ള എല്ലാ തരത്തിലും ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവൻ ഇന്ന് ഉന്നതി നേടിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ പങ്കുവയ്ക്കുവാനുള്ള, പങ്കുചേരുവാനുള്ള ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. അതുകൊണ്ട് പങ്കുവയ്ക്കുന്നുണ്ട് നമ്മളൊക്കെ. ഈ തിരുനാൾ നടത്തുന്നതും ഈ പങ്കുവയ്ക്കലിൻ്റെ ജീവിതത്തിലൂടെയാണ്. പണം കൊടുക്കുന്നു നമ്മൾ, ഞാൻ കൊടുക്കുന്നില്ലേ? പക്ഷേ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തെ, ജീവിതത്തിൻ്റെ ഒരംശത്തെ, സമയത്തെ, ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പങ്കുവയ്ക്കപ്പെടുന്ന ഒരു നിമിഷമാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുക. ഈ സുവിശേഷ പ്രഘോഷണമാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടുകയും അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, ഈ സുവിശേഷം നീ ഏറ്റുപറഞ്ഞാൽ അത് രക്ഷ പ്രാപിക്കുവാനുള്ള സഹായമാവുകയും ചെയ്യും എന്ന്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വിശുദ്ധ കുർബാനയുടെ ഭാഗമാക്കി നമുക്കെടുക്കാം. ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണും. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വന്നു, അച്ഛാ മകൻ്റെ കല്യാണമാണ്. ഓക്കെ, മകൻ്റെ കല്യാണത്തിന് വരണം അച്ഛൻ. വന്നേക്കാം. അച്ഛാ എൻ്റെ മകൻ്റെ കല്യാണം അത്ര ആർഭാടമായിട്ടൊന്നുമല്ല നടത്തുക. ഞാൻ ദത്തെടുത്ത് വളർത്തിയ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരുടെ കല്യാണം കഴിച്ച് വിട്ടപ്പോഴേക്കും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ടാണ് അങ്ങനെ. എന്താ അതങ്ങനെ സംഭവിച്ചേ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത്, ഒരു സന്ദർഭത്തിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അല്ലെങ്കിൽ പോലീസുകാരനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ ഞാൻ പറഞ്ഞു വിടുക, ഭർത്താവ് അവളെ ഭയങ്കരമായിട്ട് അലോത്സരപ്പെടുത്തുകയാണ്, പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അവൾ വീട് വിട്ട് ഇറങ്ങി ഒളിച്ചോടി പോകുന്ന ഒരു വ്യക്തിയാണ്. 2 പെൺകുട്ടികളുണ്ട്. നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കാൻ ഒരു ദിവസമെങ്കിലും ഒന്ന് സഹായിക്കണോട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പോരട്ടെ, കുഴപ്പമില്ല. ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ചിരുന്ന് അവരെ വിളിച്ചു വരുത്തി സ്നേഹത്തോടുകൂടെ അവരുടെ കാര്യങ്ങൾ പങ്കുവച്ച് ജീവിതത്തെ ഒരു നിമിഷം പങ്കിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ ശരിക്കും ശോചനീയമായ ഒരവസ്ഥയിലാണ് എന്ന്. ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇവർക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ജീവിതത്തിൻ്റെ ഒരു അംശം തന്നെ കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി അവരെ വളർത്തിക്കൊണ്ടുവന്ന് കുഞ്ഞുമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അച്ഛാ ഈ പെൺകുട്ടികൾക്ക് അത്രയും കൂടുതൽ വിദ്യാഭ്യാസമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും ഇവരെ ആവശ്യത്തിന് വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എനിക്ക് പറ്റി. ഇന്നും എൻ്റെ മക്കളെക്കാൾ കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് ഈ 2 പെൺകുട്ടികളെ ജീവിതത്തിൽ ഒരു നല്ല തുറയിലെത്തിക്കുവാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ്. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെ, സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒക്കെ വിശ്വാസധീരതയെ നമുക്ക് മുറുകെ പിടിക്കാം. കോടതി കയറുമ്പം ഒരു ക്രൈസ്തവൻ ചിന്തിക്കണം, ഒരു ക്രൈസ്തവ സഭ ചിന്തിക്കണം, ഇവിടെ വച്ച് തന്നെ തീർക്കുവാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന്. പലതും ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ വച്ച് തീർക്കേണ്ട പലതും കോടതിയിൽ കയറുമ്പോൾ അവിടെ വിഭജിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ സാക്ഷ്യം ലഭിച്ച മിശിഹായെ
കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപയുടെയും രൂപധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോളിത്തായെയും ഞങ്ങളുടെ പിതാവും ജ്യോതിദീക്ഷനുമായ മാർ ജോർജ് മെത്രാനെയും അവരുടെ സൗശുശ്രൂഷകളെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ പാദപഞ്ചെന്ന ഞങ്ങളുടെ ഇടവും മധ്യസ്ഥന്റെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ തലാന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ വിശുദ്ധ ഗീർവീസിന്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും അമ്മേ നാം ഓരോരുത്തരെയും ദാവനം പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ, അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് ദൈവകൃപയ്ക്ക് അവകാശികളാക്കുന്നതിനും അങ്ങ് അനുഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുചേരുന്നതിനും ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾക്കായി ന്യായത്തോടുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലേഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോചിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവനടലത്താൽ മുദ്രയാഗം ചെയ്തവർ ഭക്തരസുതയോടും കൂടെ വിശ്വാസങ്ങളിൽ പങ്കൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറൗസേപ്പിനെയും സാദരമൂർത്തിയ പാവനമീ ബലിയിൽ
പോലെന്നേക്കും ആമേനാമേ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിയ നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ. ലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലക സർവശക്തതാതനാമേക ദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ, സത്യകാരനങ്ങിൽ നിന്നാദ്യജാതനാ, സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണീകസത്തയിൽ, ലോകസൃഷ്ടി പൂർത്തിയായി അങ്ങിലൂടവേ, മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ, മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാണവൻ. 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ, മഞ്ഞിലുദ്ധിതൻ മഹത്വപൂർണ്ണ ശോഭയെ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ
വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരായി. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിതപാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമാ ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സഭ ശ്ലൈഹിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തതാതനാകുമേകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ തീവിനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരകത്തായി യോഗ്യരാക്കി. ഇത് ഹൃദയത്തിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി അർപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ശരീരത്തിനും രക്തത്തിനും കൃപാപൂർവ്വം യോഗ്യനാക്കിയ പ്രകാരം തന്നെ വിധി യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥനും ആമേൻ. കർത്താവായ യേശുവിൻ ശിഹായുടെ പീഡാനും കുരിശുമരണത്തിൻ്റെ സമാധാനം നമ്മോട് കൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം
യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഈ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. അങ്ങയുടെ പ്രിയപുത്രനെ നൽകി ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമായി പ്രബോധനത്തിലൂടെ ഞങ്ങളെ വളർത്തിയ അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും സ്മരണയാചരിച്ചുകൊണ്ടും പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രഭന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഹോശാന ഈശനു സദതം ഹോശാന 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 ഈശനു സദതം ഹോശാന ഹോശാന ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദതം ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി യോഹന്നാൻ്റെ മുൻപിൽ സർവ്വനീതിയും പൂർത്തിയാകുവാൻ വേണ്ടി ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്നാനം സ്വീകരിച്ചപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് ദൈവത്തിൽ നിന്ന് അരുൾപ്പാടുണ്ടായതുപോലെ അവസാന നിമിഷം വരെ തൻ്റെ ജീവനെ കുരിശിൽ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാനുള്ള അവസാന നിമിഷത്തിൽ ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് ശിഷ്യന്മാർക്ക് വിഭജിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ മുഖം അവനെ വെളിപ്പെടുത്തിയ ഈശോ മിശിഹായുടെ അവസാന അത്താഴ വിരുന്നിൻ്റെ സ്മരണ നമുക്ക് ആചരിക്കാം. നമുക്ക് പ്രചോദനമാകുവാൻ ദൈവത്തിൻ്റെ ഈ അവസാന അത്താഴ വിരുന്നിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ നമുക്കൊരുങ്ങാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ
ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയും ആയ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും അധ്യക്ഷനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടുകൂടെ ഈ തിരുനാൾ ദിവസങ്ങളിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിൽ മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും അങ്ങയുടെ സംപ്രീതി കണ്ടെത്തിയ ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ.
കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതവും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരായി ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ ഓടുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴിയും ഞങ്ങളുടെ സ്നേഹ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണേ. വഴിതെറ്റിപ്പോയി അന്വേഷിച്ച് കണ്ടെത്തി നല്ലയുടെ എനിക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാതെ എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയവും വിശുദ്ധവുമായി ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ ജനത്തെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, സദസ്യവും പാവമോച തിരുശരീരക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ക്രൂവേസാപ്പേന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേൽ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാഗങ്ങളോട് സമർപ്പിക്കാം. വനിതാഭിലാഷണത്തോടെ അപരാധങ്ങളുകൊണ്ടും പാപങ്ങളെ ജപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും ഭാവത്തിനെ യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം നിതരാമുൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒത്തു സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ട അരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഈ അനുസ്മരണ ദിനത്തിൽ തൻ്റെ ശരീരങ്ങൾ നമുക്കായി സജ്ജമാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. എന്റെ ഉള്ളിൽ എന്നേശുവേ എൻ സ്നേഹമേ എന്നിലറിയണേ എന്നുമെന്നും. എന്നേശുവേ എൻ ദൈവമേ വന്നു വസിക്കണേ എന്റെ ഉള്ളിൽ. എന്നേശുവേ എൻ സ്നേഹമേ എന്നിലറിയണേ എന്തുമെന്നും. ഒന്നു വന്നാൽ മതി എന്നുള്ളിലീശോ, നിൻ സ്നേഹമൊന്ന് രുചിച്ചറിയാം. ഒന്നു തൊട്ടാൽ മതി എന്നുള്ളിലീശോ, ആത്മാവിലാനന്ദം നിറഞ്ഞൊഴുകാം.
ഇന്ന് നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഫാദർ പോൾ കാരക്കുമ്പിലാണ്. അച്ഛൻ ഇന്ന് ഇവിടെ വന്ന് നമുക്കായി ബലിയർപ്പിക്കുകയും നല്ല ഒരു സന്ദേശം നൽകുകയും ചെയ്തു. നമ്മോട് കാണിച്ച അച്ഛൻ്റെ ഈ പ്രത്യേകമായ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും ഈ ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പേരിലും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ രാവിലെ നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഫാദർ ജോസഫ് കൂനാനിക്കലച്ഛനാണ്. അച്ഛനും ഇടവക സമൂഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ തിരുനാളിനോടനുബന്ധിച്ച് അൾത്താരയും മധുബഹായും പ്രത്യേകമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത് സെൻറ്റ് റീത്താസ് വാർഡിലെ അംഗങ്ങളാണ്. അതിന് നേതൃത്വം വഹിച്ചിരിക്കുന്നത് ആ വാർഡിലെ ലീഡേഴ്സുമാണ്. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഇടവക സമൂഹത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നാളെയാണ് പ്രധാനമായിട്ടുള്ള നമ്മളുടെ തിരുനാൾ നമ്മൾ നടത്തുന്നത്. രാവിലെ 5:45 വിശുദ്ധ കുർബാന, അതിനുശേഷം 7:15 വിശുദ്ധ കുർബാന, അതിനുശേഷം 9:45 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ആഘോഷമായ തിരുനാൾ കുർബാന വൈകുന്നേരം 4:30 നടത്തുന്നത്. അതിനുശേഷം ലതീഞ്ഞ് ഉണ്ടായിരിക്കും. ലതീഞ്ഞിന് ശേഷമാണ് തിരുസ്വരൂപ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത്. തിരുസ്വരൂപ പ്രദക്ഷിണം നടത്തുക എന്ന് പറഞ്ഞാൽ തിരുസ്വരൂപങ്ങളുമായിട്ട് മാത്രമാണ് നമ്മൾ പ്രദക്ഷിണമായിട്ട് പോവുക. പ്രദക്ഷിണം പോകുന്ന വഴിയിലാണ് പ്രസിഡന്റുമാരും അതിനുശേഷമുള്ളവരും മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. മുത്തുക്കുടകൾ ഉള്ളവർക്ക് മാത്രമാണ് പ്രദക്ഷിണം പോകുന്ന വഴിയിൽ നിൽക്കുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. അവർ അകലം പാലിച്ച് പ്രദക്ഷിണം പോകുന്ന വഴിയിൽ നിൽക്കേണ്ടതാണ്. തിരുസ്വരൂപ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിൽ എത്തിയതിന് ശേഷമായിരിക്കണം മുത്തുക്കുടകളുമായി നിൽക്കുന്നവർ പള്ളിയിലേക്ക് പ്രദക്ഷിണമായിട്ട് വരേണ്ടത്. മുത്തുക്കുടകൾ ലഭിക്കാത്ത ആരും നാളത്തെ ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ കുർബാനയ്ക്ക് ശേഷം ലതീഞ്ഞും ഉണ്ടായിരിക്കുന്നതാണ്. ഈ തിരുക്കർമ്മങ്ങളിൽ എല്ലാം പങ്കെടുത്ത് നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി ധാരാളമായി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാനന്ദ പ്രകാരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യതപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിനെ ഓർമ്മയാചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ ഗീവർഗീസിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും പ്രഘോഷണം ചെയ്യുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ച
നയിച്ചല്ലോ അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. മാതൃക നൽകും ഏവർക്കും മഹിമയിൽ നിറയും മധ്യസ്ഥൻ നന്മകൾ വർഷിച്ചനുദിനവും നിങ്ങൾക്കാശ്രയമേകട്ടെ. ഏക ശരീരം പോലെന്നും ഏവരും ഇവിടെ വസിക്കട്ടെ. നിങ്ങളിലെല്ലാം ഒരുപോലെ നിത്യവും ഐക്യം പുലരട്ടെ. മാമോദീസ വഴി നിങ്ങൾ സ്നേഹവിശുദ്ധിയിൽ നീങ്ങിടുവാൻ കർത്താവൂഴിയിലേവർക്കും ദിവ്യാനുഗ്രഹമരുളട്ടെ. സ്നേഹമോടിന്നീ തിരുബലിയിൽ പങ്കാളികളാ തീർന്നവരാ നിങ്ങളിൽ ദൈവം കനിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നിത്യവിരോധനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനയെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭാവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തുന്ന സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. വിശുദ്ധ ഗീവർഗീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ലതീഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന
പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. ശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാഥനു സമ്മോദം. നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാ കുരിശിൻ പാദപുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥ, പാപം പൊറുക്കേണമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. കർത്താവേ നരകുലപാലകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ, പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം, പരിമളവിയലും ധൂപം
പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയോടുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാപിതാക്കന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതരായ വിശുദ്ധ ഗീവർഗീസിനെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. ലോകത്തിൻ വഴികളിൽ ഉഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാനെന്നാഥനെ വാഴ്ത്തുന്നു, മോദം പൂണ്ടു പുകഴ്ത്തുന്നു. എളിയൊരു ദാസിയ നിഖിലേശൻ കനിവൊടു തൃക്കൺ പാർത്തല്ലോ. രക്ഷകനരിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമായി. ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുളുന്നു. ഗർവിതനപജയമേറ്റുന്നു, ബലമോടു വിജയം നേടുന്നു. എളിയ ജനത്തെ വളർത്തുന്നു, ബലമുള്ളവരെ താഴ്ത്തുന്നു. ധനികർക്കൊന്നും നൽകാതെ പശിയുള്ളവരെ പോറ്റുന്നു. അബറാമിനോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടൊത്തല്ലോ തുണ
ഇസ്രായേലിനു ചെയ്തല്ലോ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.